ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ താമസിക്കുന്ന, ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഇന്ത്യക്ക് നയതന്ത്രക്കുറിപ്പ് അയച്ചിരിക്കുകയാണ്. നേരത്തെയും ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതാദ്യമായിട്ടാണ് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ഒരു നയതന്ത്രക്കുറിപ്പ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ട്രംപ് ജനുവരി 20 അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ബംഗ്ലാദേശ് ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ ആസൂത്രണങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന് ചാടിക്കാനാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴുള്ള ഈ അപ്രതീക്ഷിത നീക്കം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായിരുന്നാലും ഇന്ത്യ ഈ നീക്കം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ നയതന്ത്രക്കുറിപ്പ് അയച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 5 മുതൽ 77-കാരിയായ ഹസീന ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യ അഭയം കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലാണ് ഹസീന താമസമാക്കിയിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഹസീന വലിയ രീതിയിലുള്ള തലവേദന ബംഗ്ലാദേശിന് സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ഹസീനയെ അഴിച്ചുവിടാറുണ്ട്. അത് ഹസീന ചില പ്രസ്താവനകൾ ഇറക്കാനാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ ഹസീന ഇടയ്ക്കിടയ്ക്ക് ചില പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് ബംഗ്ലാദേശിന് വലിയ തലവേദന ആകാറുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പോലും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഹസീന ട്രംപിന് അഭിനന്ദന കത്തയച്ചത് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതും ബംഗ്ലാദേശിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിന് വേറൊരു രാജ്യത്തോടും പോയി കൈനീട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ മുഹമ്മദ് യൂനിസ് വെറും ഒരു ഉപദേശകൻ മാത്രമാണ്, അല്ലെങ്കിൽ ഉപദേഷ്ടാവ് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് ഈ തുറുപ്പ് ചീട്ട് പുറത്തെടുത്തത്. അതായത് ബംഗ്ലാദേശ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ എത്തിക്കാൻ എടുത്ത ആ ഒരു കുബുദ്ധി എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു പാക്റ്റ് ആണ്. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊരു കരാറുണ്ട്. അത് ക്രിമിനലുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്നുള്ള ഒരു കരാറാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയുടെ മേൽ 200ഓളം കേസുകളാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നിറങ്ങിയ ശേഷം അവിടെയുള്ള കുബുദ്ധിയായിട്ടുള്ള യൂനസ് സർക്കാർ ചുമത്തിയത്. ഈ 200-ലേറെ കേസുകളിൽ 179 കേസുകൾ എന്ന് പറയുന്നത് കൊലപാതക കുറ്റമാണ്. അത് മാത്രമല്ല വംശഹത്യ, തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെയുള്ള ഷെയ്ഖ് ഹസീന മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഷെയ്ഖ് ഹസീനയുടെ തലയിൽ കെട്ടിവെച്ച് ബംഗ്ലാദേശ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഷെയ്ഖ് ഹസീനയുടെ അറസ്റ്റ് വാറന്റ് ബംഗ്ലാദേശ് കോടതിയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഇറക്കിയ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ബംഗ്ലാദേശിന്റെ ഇപ്പോഴുള്ള സർക്കാരിനുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന ഒരു കൊടും കുറ്റവാളിയായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളി ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ആ കരാറ് പ്രകാരം ഷെയ്ഖ് ഹസീനയെ തിരിച്ചു തരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു കുബുദ്ധി ബംഗ്ലാദേശ് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഇത് കൃത്യമായി അറിഞ്ഞു തന്നെയാണ് ഇന്ത്യ കളിച്ചത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. യൂനിസിന് ശക്തമായിട്ടുള്ള താക്കീത് ആദ്യം തന്നെ, അതായത് നിലവിൽ ഇന്ത്യ നയതന്ത്രപരമായിട്ട് ഷെയ്ഖ് ഹസീനയെ തിരിച്ചു വേണം എന്നിപ്പോൾ കുറിപ്പ് വന്നപ്പോൾ ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലും നേരത്തെ നമ്മുടെ ജയശങ്കർ പറഞ്ഞത് ഇന്ത്യ ബംഗ്ലാദേശിൽ ഒരു സാധാരണ സർക്കാർ വരട്ടെ, അതിനുശേഷം മാത്രമാണ് ബംഗ്ലാദേശുമായി എന്ത് ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറുള്ളൂ എന്നാണ് ജയശങ്കർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. ഷെയ്ഖ് ഹസീനയെ എന്തായാലും ഒരു കൊടും കുറ്റവാളിയായി അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഇന്ത്യ ഈ കരാർ പ്രകാരം ഷെയ്ഖ് ഹസീനയെ കൈമാറണം. കൈമാറിയില്ലെങ്കിൽ ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാൻ സാധിക്കും. പക്ഷേ അന്താരാഷ്ട്ര കോടതിയിലും ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഹോൾഡാണുള്ളത് എന്നുള്ളത് വേറൊരു കാര്യം. അല്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ഹസീനയെ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴുള്ള സർക്കാരിന് പൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് രണ്ടും പുറപ്പെടുവിച്ചു കഴിഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഷെയ്ഖ് ഹസീനയുടെ പിറകിൽ കട്ടയ്ക്ക് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും പുല്ലുവില മാത്രമാണ് ഷെയ്ഖ് ഹസീന നിലവിൽ കൽപ്പിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ ഇന്ത്യയുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്ലാൻ സുവ്യക്തമാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന വരുന്നത് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. നമ്മുടെ ഷെയ്ഖ് ഹസീനയ്ക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം
ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രക്ഷോഭം വരുന്നുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ എന്ന്. അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള റഫേൽ വിമാനങ്ങളാണ് ഷെയ്ഖ് ഹസീനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇവിടെ എത്തിയ ശേഷം ഷെയ്ഖ് ഹസീന യൂറോപ്പിലേക്ക് പറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു, അല്ലെങ്കിൽ US-ലേക്ക് പറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ അതിന് അന്നത്തെ, അതായത് നേരത്തെയുള്ള ജോ ബൈഡൻ, ഇപ്പോൾ താൽക്കാലികമായിട്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തടയിട്ടു, വിസ നിഷേധിച്ചു. ഇതോടുകൂടി ഷെയ്ഖ് ഹസീന വെട്ടിലാകുന്ന സാഹചര്യം. അത് കഴിഞ്ഞ് ട്രംപ് വന്നു. ട്രംപ് ഇനി ജനുവരി 20 അധികാരത്തിലേറുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ട്രംപ് ഷെയ്ഖ് ഹസീനയുടെ ഒരു സുഹൃത്താണ്, എന്നാൽ യുഎസിന്റെ ശത്രുവുമാണ്. ഇന്ത്യയുടെ കടുത്ത സുഹൃത്താണ്, ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ് ട്രംപ് എന്ന് പറയുന്നത്. ട്രംപ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയെ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കും എന്നാണ് ഇന്ത്യ വിചാരിക്കുന്നത്. അതിനുശേഷം ബംഗ്ലാദേശിൽ ഒരു വലിയ അട്ടിമറി ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഷെയ്ഖ് ഹസീന തിരിച്ചു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഇതായിരുന്നു ഇന്ത്യയുടെ നിലവിലത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നയതന്ത്ര കുറിപ്പ് വന്ന സ്ഥിതിക്ക് എന്തായിരിക്കും ഷെയ്ഖ് ഹസീനയുടെ അടുത്ത നീക്കം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു നയതന്ത്ര തന്ത്രമുണ്ട് എന്നുള്ളതാണ്. അതായത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കുന്നത്. ആ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിൽക്കുന്ന ഷെയ്ഖ് ഹസീനയെ ക്രിമിനലായി ഇവർ പ്രഖ്യാപിച്ചത് എന്താണ്? അത് ഷെയ്ഖ് ഹസീനയുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളത് കൊണ്ടല്ല എന്ന് ഇന്ത്യക്ക് വാദിക്കാനായി സാധിക്കും. പോരാത്തതിന് ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച ഇന്ത്യയുടെ തീരുമാനം നിയമപരമായിട്ടുള്ള ബാധ്യതകൾ, മാനുഷിക തത്വങ്ങൾ, തന്ത്രപരമായ താല്പര്യങ്ങൾ എന്നിവ സന്തുലിതമാകണം. പ്രധാന പരിഗണന നിയമപരമായ വിലയിരുത്തലും മനുഷ്യാവകാശ ബാധ്യതകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യ നിലപാടെടുക്കാൻ പോകുന്നത്. അത് ഈ പാക്റ്റും ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ പാക്റ്റുമായിട്ട് നിയമപരമായി ഇന്ത്യക്ക് അത് പറഞ്ഞു നിൽക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന ഇത് എങ്ങനെ നേരിടും എന്നുള്ള ഒരു വിഷയമാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ ഇന്ത്യ കൈമാറണം, അതായത് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്നുള്ള ഈ ഒരു നോട്ടീസിനെ നിയമപരമായിട്ട് നേരിടാനായിട്ട് സാധിക്കും. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇത് അന്താരാഷ്ട്ര കോടതിയിൽ ചോദ്യം ചെയ്യാനായി സാധിക്കും. ഷെയ്ഖ് ഹസീന സാങ്കേതികവും ജുഡീഷ്യൽ നടപടികളും ഉൾപ്പെടുന്നതിനാൽ ഈ പ്രശ്നങ്ങൾക്ക് എന്തായിരുന്നാലും സമയമെടുക്കും. എന്നാലും അന്താരാഷ്ട്ര കോടതികൾ ഇതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. ഷെയ്ഖ് ഹസീനയ്ക്ക് പോരാടാൻ സാധിക്കും. നിയമപരമായ ഉപകരണങ്ങൾ അതിനുണ്ട് എന്ന് ബംഗ്ലാദേശിലെ മുൻ ഇന്ത്യൻ അംബാസഡർ ആയിട്ടുള്ള പിനാക് രഞ്ജൻ ചക്രവർത്തി തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ, ചലഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായിരുന്നാലും ഷെയ്ഖ് ഹസീനയെ തിരിച്ച് ഔദ്യോഗികമായി ബംഗ്ലാദേശ് ചോദിക്കുമ്പോൾ ഇന്ത്യ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാനും തയ്യാറാകില്ല, എന്നാൽ ഇന്ത്യയിൽ നിർത്താനും തയ്യാറാകില്ല. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ യൂറോപ്പിലേക്ക് തന്നെ അല്ലെങ്കിൽ US-ലേക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ട്രംപ് വരാൻ വേണ്ടി ഇന്ത്യ വെയിറ്റ് ചെയ്യുകയാണ്. അതിനി ബംഗ്ലാദേശ് എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.